ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോസ്, ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ വീഡിയോസൊക്കെ ഇതിനകത്തിട്ടിട്ട്. ഇത്രയും നാളെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മളൊരു പുതിയ ഒരു ടൂളിനെ പരിചയപ്പെടുത്തുകയാണ്. ഹെംഫുട്ട് എന്ന് പറഞ്ഞൊരു ടൂളാണിത്. എമ്മിങ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. സൈഡ് നമ്മൾ സ്കേർട്ടിൻ്റെയും സാരിയുടെയൊക്കെ സൈഡ് അടിക്കാനായിട്ട് ഇങ്ങനെ ചുരുട്ടി അടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത് ഇത്തിരി പാടുള്ളൊരു കാര്യമാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് ഇത്. നമ്മുടെ ആ പ്രഷർ പുട്ടിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെയുള്ളൊരു സ്ക്രൂ അഴിച്ച് ലൂസാക്കിയാൽ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പെടുത്ത് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുട്ട് നമ്മൾ സ്ട്രെയിറ്റായിട്ട് വെക്കണം. സ്ട്രെയിറ്റായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകാൻ പാടില്ല. ചരിഞ്ഞു പോയാൽ നമ്മൾ സ്റ്റിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൂടെ പോവുകയില്ല, അത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അതുപോലെ അതിൻ്റെ ആ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് അത് സ്ട്രെയിറ്റായിട്ട് ആ നീഡിലിൻ്റെ നേരെ തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് ആ മടക്കിൻ്റെ തുഴി, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ അത് പോകും. അപ്പം നമ്മളത് കറക്റ്റായിട്ട് നോക്കി വേണം അടിക്കാനായിട്ട്. ഇതിൻ്റെ ആ സൈഡ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഭാഗം ആ നീഡിൻ്റെ ആ സൈഡിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കറക്റ്റ് ആ പോയിൻ്റ് വേണം. അത് കറക്റ്റായിട്ട് ഡയറക്ഷൻ എപ്പോഴും ആ നീഡിലിനോട് ചേർന്ന് നീഡിലിൻ്റെ നേരെ തന്നെ ആയിരിക്കണം ആ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ. എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് സൈഡിൽ കൂടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ സൈഡിൽ നിന്ന് മാറി നമ്മളിങ്ങോട്ട് മാറിപ്പോകും. ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു. നമ്മളൊന്ന് ചെയ്യുമ്പോഴാണല്ലോ ഓരോന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് തയ്യൽക്കാരൊക്കെ ഇത് ഞാൻ ആദ്യം തയ്ച്ചാണ് കണ്ട് സൈഡിൽ കൂടെ മാറി ഇങ്ങേപ്പുറത്തോട്ട് മാറിപ്പോയത്. അതങ്ങനെ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞ രീതിയിൽ വേണം ഈ പുട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. വളരെ നീറ്റായിട്ട് തയ്ക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യണം. ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള എണ്ണമാണേ. അപ്പം ഞാനിത് അടിച്ച് കാണിക്കാം. ഒരെണ്ണം അടിച്ച് കാണിക്കാം. ആദ്യം തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി അതിൻ്റെ സ്റ്റിച്ചൊന്ന് ഇട്ടതിന് ശേഷം വേണം തയ്ക്കാനായിട്ട്. അതുപോലെ ആ തുണി ചുരുട്ടുമ്പോൾ അതതിൻ്റെ കറക്റ്റായിട്ടുള്ള റൗണ്ട് കവർ ചെയ്ത് വേണം ചുരുട്ടാനായിട്ട്. അപ്പോൾ മാത്രമേ ഇത് കറക്റ്റായിട്ട് അകത്തേക്ക്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മടങ്ങി വരികയില്ല. ഞാനിതൊന്ന് തയ്ച്ച് കാണിക്കാം. ആദ്യം നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് ആദ്യം അതിൻ്റെ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്ത് ചെറുതായിട്ട് വീണ്ടും ഒന്നുകൂടെ ഹോൾഡ് ചെയ്തിട്ട് തയ്ക്കുന്നില്ലേ, ആ പ്രഷർ പുട്ടിൻ്റെ അടിയിലേക്ക് നമ്മൾ കയറ്റി വെച്ച് 2-3 സ്റ്റിച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും തയ്ക്കണം. സ്റ്റിച്ചിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഹെംഫുട്ടിനകത്തോട്ട് തുണി കയറ്റാൻ പാടുള്ളൂ. അല്ല എങ്കിൽ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് വീഴുകയില്ല. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഇതിൽ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും അപ്പോൾ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് വരും. അപ്പോൾ കണ്ട ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. നമ്മൾ അതിൻ്റെ ആ റോളർ ഒരു ഹോള് പോലെയാണത് കാണുന്നത്. ഒരു മെറ്റലിൻ്റെ സാധനം അതിനകത്തോട് ഇങ്ങനെ കയറ്റി വിട്ടാൽ മാത്രം മതി. നമ്മൾ പിടിക്കാനും കൊണ്ട് ചുരുട്ടാനും കൊണ്ട് വലിക്കാനും കൊണ്ട് ഒന്നും വേണ്ട. ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് തയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഏത് മെഷീനിൽ ഇത് പറ്റും. ഇത് 6 mm ആണ്.
9-ൻ്റെ ഉണ്ട്, 12-ൻ്റെ ഉണ്ട്, ഇങ്ങനെ ചെറുതും വലുതും എല്ലാം ഉണ്ട്. നമുക്ക് വലിയ ജീൻസ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ആ ടൈപ്പിലുള്ള കട്ടിയുള്ള തുണികളടിക്കാൻ എല്ലാം അതിനനുസരിച്ചുള്ള സൈസ് വലിപ്പത്തിലുള്ള ഹെംഫൂട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കൊരു നഷ്ടമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് കാണാനായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ അനുസരിച്ച് ഇതെൻ്റെ ബിസിനസ് വാട്സാപ്പ് നമ്പറാണ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ഓർഡർ ചെയ്യണമെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ താങ്ക് യു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വീഡിയോ വാച്ച് ചെയ്തതിന്. താങ്ക് യു വെരി മച്ച്.